ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതൊരു ടെക്നിക്കൽ യൂട്യൂബറും ഇഷ്ടപ്പെടുന്ന ഒരു റെക്കോർഡിംഗ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. PC-യിലെ സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന്റെ പേരാണ് OBS Studio. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ എല്ലാ സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്യുന്നത് മാതിരി ഗൂഗിളിൽ OBS Studio എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലിങ്കിലേക്ക് പോകാവുന്നതാണ്. അതിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ഓപ്പൺ സോഴ്സ് ആണ്. പ്രത്യേകിച്ച് പേയ്മെന്റോ മറ്റോ ആവശ്യമില്ല. പെയ്ഡ് സോഫ്റ്റ്വെയർ അല്ല, ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും സോഫ്റ്റ്വെയർ ലൈസൻസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ വേർഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറി OBS Studio ഡൗൺലോഡ് എന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ കയറി OBS Studio ഡൗൺലോഡ് എന്ന് അടിച്ചു കൊടുത്തു. OBS Studio ഡൗൺലോഡ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണിക്കുന്നതാണ് obsproject.com. ആ obsproject.com ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ OBS Studio ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് വിൻഡോസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വിൻഡോസ് വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് മൾട്ടി പ്ലാറ്റ്ഫോം ആണ്. അതായത് വിൻഡോസിലും മാക്കിലും ലിനക്സിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് വിൻഡോസ് പ്ലാറ്റ്ഫോം ആണ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. ഡൗൺലോഡ് സ്റ്റാർട്ടായി. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞ ശേഷം യൂസർ കൺട്രോൾ കൺഫർമേഷൻ എസ് കൊടുക്കുക. ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നെക്സ്റ്റ് അടിക്കുക. ഏത് ലൊക്കേഷൻ ആണോ വേണ്ടത് അത് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയി കഴിയുമ്പോൾ നമുക്ക് അത് ലോഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി കാണാൻ നമുക്ക് പറ്റും. ആ ലോഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ലോഞ്ച് ആവും. നമ്മൾ ഫിനിഷ് പ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ അതിന്റെ പ്രോഗ്രാമിന്റെ യൂസ് ആണ് ചോദിക്കുന്നത്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്ക്രീൻ റെക്കോർഡും മറ്റു കാര്യങ്ങളും ആഡ് ചെയ്താൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഴ്സിൽ നിന്ന് ഏതാണ് സോഴ്സ് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് വന്നത് നമ്മുടെ ഡിസ്പ്ലേ ആണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്പ്ലേ ഇട്ട് കൊടുക്കുക. ഓക്കെ അടിക്കുക. അപ്പൊ ഡിസ്പ്ലേ ക്യാപ്ചറായി. ഡിഫോൾട്ട് എല്ലാം ഡിഫോൾട്ട് ആക്കി തന്നെ ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സിസ്റ്റം ഓഡിയോ ആണ് വേണ്ടത്. ഓഡിയോയും ആഡ് കൊടുക്കുക. അതായത് സിസ്റ്റത്തിന്റെ ഓഡിയോയും ഡിസ്പ്ലേയും ആണ് നമ്മൾ സിസ്റ്റത്തിന്റെ ഓഡിയോ, അതായത് നമ്മൾ സിസ്റ്റത്തിന്റെ ഓഡിയോയും ഡിസ്പ്ലേയും ആണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. സ്റ്റോപ്പ് റെക്കോർഡിംഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഞാൻ സ്റ്റാർട്ട് റെക്കോർഡിംഗ് പ്രസ് ചെയ്തിട്ട് നോട്ട് പാഡ് എടുത്തു. നോട്ട് പാഡിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഞാനിപ്പോൾ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ആപ്ലിക്കേഷൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് റെക്കോർഡ് ചെയ്തതിന്റെ ലൊക്കേഷനിൽ പോകാൻ പറ്റും. ഷോ റെക്കോർഡിംഗ് പ്ലീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്തത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡിംഗ് വർക്കാവുന്നത് കാണാൻ പറ്റും.
സ്ക്രീനിൽ തന്നെ വേറെ യാതൊരു ഡിഫറൻസും ഇല്ലാണ്ട് തന്നെയാണ് അത് കാണുന്നത്. ലൈവ് പ്ലേ ആയിട്ടാണ് അത് വരുന്നത്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.